ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് പാർലമെന്റിൽ സംസാരിക്കാൻ സമയം കൊടുക്കണം. അയാളെ തടസ്സപ്പെടുത്തരുത്. അയാൾ പറയുന്നതിൽ എന്തെങ്കിലും അപാകതയുണ്ടെങ്കിൽ രേഖകളിൽ നിന്ന് നീക്കം ചെയ്യണം. ഇത്തരത്തിലുള്ള വാദങ്ങളുള്ളവരോടാണ് ഇനി പറയുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഭാരതം. നമ്മുടെ പാർലമെന്റിലെ സഭാ ടി വി അല്ലെങ്കിൽ പാർലമെന്റ് നടപടികൾ വീക്ഷിക്കുന്നത് ഇന്ത്യക്കാരോ നമ്മെ പോലെ രാഷ്ട്രീയം ഇഷ്ടമുള്ളവരോ മാത്രമല്ല. ഈ ലോകത്തെ എല്ലാ രാഷ്ട്രീയ വിദ്യാർത്ഥികളും പൊതുപ്രവർത്തകരും വളരെ കൗതുകത്തോടെ വീക്ഷിക്കുന്ന ഒരു സംവിധാനമാണ് നമ്മുടെ പാർലമെന്ററി നടപടികൾ. അവിടെ ഒരു മന്ദബുദ്ധി എന്തും പറഞ്ഞോട്ടെ എന്ന് പറയാൻ പറ്റില്ല. അരുതാത്തതങ്ങ് നീക്കം ചെയ്യൂ എന്ന് പറയുന്നത് അംഗീകരിക്കാനും പറ്റില്ല. അംഗങ്ങൾ പറയുന്നത് ലോക്സഭയുടെ ചട്ടങ്ങൾക്ക് വിരുദ്ധമാണെങ്കിൽ സ്പീക്കർ റൂളിംഗ് നൽകും. അതനുസരിക്കാൻ അംഗങ്ങൾ ബാധ്യസ്ഥരാണ്. പക്ഷേ സ്പീക്കർ റൂളിംഗ് നൽകുമ്പോൾ രാഹുൽ ഗാന്ധി പറയുന്നു, എനിക്ക് സൗകര്യമുള്ളത് ഞാൻ പറയുമെന്ന്. അങ്ങനെ സൗകര്യമുള്ള വിഡ്ഢിത്തം പറയാനുള്ള സ്ഥലമല്ല പാർലമെന്റ്. അതിന് ചട്ടങ്ങളുണ്ട്. ഈ കഴിഞ്ഞ 2 ദിവസങ്ങളിൽ അയാൾ നടത്തിയ ചട്ടലംഘനങ്ങൾ ഇവയൊക്കെയാണ്. റൂൾ 349 ഓഫ് ദ റൂൾസ് ഓഫ് പ്രൊസീജിയേഴ്സ് ആൻഡ് കണ്ടക്ട് ഓഫ് ബിസിനസ് ഇൻ ലോക്സഭ. സഭയിൽ സംസാരിക്കുന്ന അംഗം പ്രസംഗത്തിന് ശേഷവും സഭയിൽ തുടരേണ്ടതാണ്. തന്റെ പ്രസംഗത്തിന് മറ്റുള്ളവരുടെ മറുപടി കേൾക്കണം. ചർച്ചയിൽ പങ്കെടുക്കണം. പ്രസംഗം നടത്തി ഉടനെ പോകുന്നത് ശരിയായ പാർലമെന്ററി സംസ്കാരമല്ല. തോന്നുന്നത് പോസ്റ്റ് ചെയ്തിട്ട് പോകാൻ ഇത് ട്വിറ്ററോ ഫേസ്ബുക്കോ അല്ല. കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി ചെയ്തത് അതാണ്. അയാൾക്ക് അനുവദിച്ചിരിക്കുന്ന സമയത്തിനും അരമണിക്കൂർ വൈകി സഭയിലെത്തി. ഇന്ത്യ US വാണിജ്യ കരാറിനെ പറ്റി അടിസ്ഥാനമില്ലാത്ത കുറെ ആരോപണങ്ങൾ ഉന്നയിച്ച് ധനമന്ത്രി മറുപടി പറയുന്നതിന് മുൻപേ തന്നെ ഓടിപ്പോയി. അടുത്തത് നരവേനയുടെ പുസ്തകമാണ്. റൂൾ 352 സ്ഥിരീകരിക്കാത്ത അല്ലെങ്കിൽ അൺവെരിഫൈഡ് ആയിട്ടുള്ള തെളിവില്ലാത്ത രേഖകളെ അടിസ്ഥാനമാക്കി ആരോപണം ഉന്നയിക്കരുത്. പ്രസിദ്ധീകരിക്കാത്ത പുസ്തകത്തെ അടിസ്ഥാനമാക്കി ആരോപണം ഉന്നയിക്കുന്നതും ഇതിൽ പെടുന്ന ഒന്നാണ്. പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടില്ല എന്ന് പെൻഗ്വിനും നരവേനയും പറയുന്നുണ്ട്. അതെ, പുസ്തകത്തിന്റെ കോപ്പി സഭയിൽ ഉയർത്തിപ്പിടിച്ച് സംസാരിക്കുക, അതും ബജറ്റ് ചർച്ചയിൽ. രാജ്യത്തിനെതിരെ സൈന്യത്തിനെതിരെ സംസാരിക്കുക. അടുത്തത് മോദിയെ പറ്റിയുള്ള എപ്സ്റ്റീൻ പരാമർശമാണ്. റൂൾ 353 വയലേഷനാണത്. ഒരാളിനെതിരെ ആരോപണം ഉന്നയിക്കണമെങ്കിൽ മുൻകൂർ നോട്ടീസ് നൽകണം. ആരോപണം ഉറപ്പുള്ള തെളിവുകളോടെ ആയിരിക്കണം. മോഡി took advice, danced and sang in Israel for the benefit of the US president. They had met a few weeks ago. It worked എന്നതായിരുന്നു എപ്സ്റ്റീൻ ഫയൽസിലെ മോദിയെ കുറിച്ചുള്ള പരാമർശം. ജെഫ്രി എപ്സ്റ്റീൻ അയച്ച ഒരു സ്വകാര്യ ഇമെയിലിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. അയച്ചത് ആരെന്ന് പോലും അറിയാത്ത ജേബർ വൈ എന്നു പേരുള്ള ഒരാൾക്ക്. മറ്റൊരു ആരോപണമാണ് അനിൽ അംബാനി ജയിലിൽ കിടക്കാത്തത് എപ്സ്റ്റീൻ ഫയലിൽ പേരുള്ളത് കൊണ്ടാണ് എന്ന്. വാസ്തവത്തിൽ അനിൽ അംബാനിയുടെ ഏകദേശം 12,000 കോടിയിലധികം മൂല്യമുള്ള സ്വത്തുവകകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇതിനകം തന്നെ കണ്ടുകെട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തെയും മകനെയും പലതവണ ചോദ്യം ചെയ്തിട്ടുണ്ട്. അനിൽ അംബാനിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒരുപാട് കേസുകൾ നിലവിൽ കോടതിയുടെ പരിഗണനയിൽ കിടക്കുന്നുണ്ട്. ഓതന്റിക്കേറ്റ് ചെയ്യാത്ത കാര്യങ്ങൾ സഭയിൽ പറയരുതെന്ന് ഇന്നലെ സഭാ അധ്യക്ഷൻ പറയുകയാണ്. അപ്പോൾ ഉടനെ തന്നെ രാഹുൽ ഗാന്ധിയുടെ മറുപടി, ഒരു പേന തരൂ, ഞാൻ ഓതന്റിക്കേറ്റ് ചെയ്തു തരാമെന്നാണ്. കേവലം സഭാ നടപടികൾ പോലും അറിയാത്ത ഒരാളായി മാറിയിരിക്കുകയാണ് രാഹുൽ ഗാന്ധി. അതല്ലെങ്കിൽ അങ്ങനെ നടിക്കുകയാണ് രാഹുൽ ഗാന്ധി. അയാൾ എന്തും പറയട്ടെ, അയാളെ തടയരുത്, പറയാൻ അനുവദിക്കണം, എന്നിട്ട് ആവശ്യമില്ലാത്തത് സഭാരേഖകളിൽ നിന്ന് നീക്കം ചെയ്യൂ എന്ന് പറയാൻ അയാളുടെ മുത്തച്ഛൻ നെഹ്റുവിന് സ്ത്രീധനം കിട്ടിയതല്ല ഭാരതവും ഇന്ത്യൻ പാർലമെന്റും. ഇയാൾ ബ്രിട്ടീഷ് പൗരനാണെന്ന കാര്യം, എന്ന് വെച്ചാൽ ഇന്ത്യൻ പാർലമെന്റിലെ പ്രതിപക്ഷ നേതാവ് ഒരു ഇന്ത്യൻ പൗരനാണോ എന്ന കാര്യം കോടതിയുടെ പരിഗണനയിലിരിക്കെ സുരക്ഷാ സേനയെ പോലും അറിയിക്കാതെ ലോകം മുഴുവൻ നടന്നു രാജ്യത്തിനെതിരെ ഗൂഢാലോചന നടത്തുന്ന ഇയാൾക്ക് എന്ത് ക്രെഡിബിലിറ്റിയാണുള്ളത്? അത്തരത്തിൽ യാതൊരു ക്രെഡിബിലിറ്റിയും ഇല്ലാത്ത രാഹുൽ ഗാന്ധി നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് തീക്കൊള്ളി കൊണ്ട് പുറം ചൊറിയുന്ന പരിപാടിയാണ്. ഈ കലാപരിപാടിക്ക് വൈകാതെ തന്നെ ഒരു അന്ത്യമുണ്ടാവുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഭരണകൂടത്താൽ തുറങ്കലിൽ അടയ്ക്കപ്പെടുന്ന നേതാക്കന്മാരെ ചേർത്ത് പിടിക്കുന്ന ഒരു സ്വഭാവമുണ്ട് ഇന്ത്യൻ വോട്ടർമാർക്ക്. അത്തരത്തിലുള്ള ഒരു പ്രതീക്ഷയോടുകൂടിയാണ് രാഹുൽ ഗാന്ധി ഈ കളിക്ക് ഇറങ്ങിയിട്ടുള്ളത് എങ്കിൽ വെറുതെയാണ്. കാരണം രാഹുൽ ഗാന്ധി രാഷ്ട്രീയം പഠിച്ചിടത്തു നിന്നല്ല നരേന്ദ്രമോദിയും അമിത്ഷായും രാഷ്ട്രീയം പഠിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പേരിൽ ഒരു 10 ദിവസം ജയിലിൽ കടന്നാൽ 10 വോട്ട് കൂടുതൽ കിട്ടുമെന്നുള്ള തോന്നൽ രാഹുൽ ഗാന്ധിക്കുണ്ടെങ്കിൽ അത് വെറുതെയാണ്. ആ ഒരു തോന്നലിനെ തിരുത്തിക്കൊണ്ട് തന്നെ രാഹുൽ ഗാന്ധി ജയിലിലേക്ക് പോകേണ്ടി വരും. അത് കേവലം ബ്രിട്ടീഷ് പൗരത്വവുമായി ബന്ധപ്പെട്ട് മാത്രമായിരിക്കില്ല. ഇന്ത്യൻ സൈന്യത്തെ അപമാനിച്ച് സംസാരിക്കുന്നതിനെതിരെ, ഇന്ത്യയുടെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും തുരങ്കം വെക്കുന്നതിനെതിരെ, അതിനു പുറമെ എണ്ണിയാലൊടുങ്ങാത്ത അഴിമതി കഥകളുടെ പേരിൽ എല്ലാ തരത്തിലും രാഹുൽ ഗാന്ധിക്ക് വീഴാൻ പോകുന്നതൊരു മണിച്ചിത്ര താഴ് തന്നെയായിരിക്കും.